ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ റദ്ദാക്കണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകരുടെ ഹർജി കോടതി തള്ളി. പ്രതിസന്ധി പരിഹരിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ഗതാഗത കമ്മീഷൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇന്നും പ്രതിഷേധത്തെ തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും മുടങ്ങി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകരുടെ ഹർജി. ആവശ്യം തള്ളിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സർക്കാരിന് പരിഷ്കാരവുമായി മുന്നോട്ടു പോകാമെന്നും നിർദ്ദേശിച്ചു. സർക്കാരിന് അനുകൂലമായി കോടതി വിധി വന്നെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം തുടരുകയാണ്. സംയുക്ത സമരസമിതി ബഹിഷ്കരണം തുടരുന്നതിനാൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്ന് പൂർണ്ണമായി മുടങ്ങി. 18 പേരാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ 18 പേരുടെയും പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരും തന്നെ ടെസ്റ്റിന് ഹാജരായിട്ടില്ല. തിരുവനന്തപുരം മുട്ടത്തറ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. സമരം തുടരുമെന്നും സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു. അതിനിടെ സർക്കുലറിലെ ഇളവുകൾ ആലോചിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു. തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതിൽ ഉറച്ച തീരുമാനമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ സർക്കുലർ പിൻവലിക്കണം. ഇന്ന് വൈകുന്നേരം 5 മണിക്കകം അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രതിഷേധക്കാരെ അറിയിച്ചിരിക്കുന്നത്. ഇളവുകൾക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വിവാദ സർക്കുലർ ഇതുവരെ തിരുത്തിയിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.